ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. എൻ്റെ അച്ഛനാണ് ഈ ഫിഷ് കറി ഉണ്ടാക്കിയത്. അയില മീൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫിഷ് കറി ഉണ്ടാക്കിയത്. അച്ഛൻ നാടൻ സ്റ്റൈലിലാണ് ഈ ഫിഷ് കറി ഉണ്ടാക്കിയത്. ഇതിനായി അച്ഛൻ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ആണ് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ആദ്യം മീൻ ചട്ടിയിലോട്ട് ഇടണം. എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ഇടണം. ഞങ്ങൾ 4 അയില മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ കറി വെക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. കുടംപുളി ഇട്ട് വെച്ച വെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്തത്. അതിനുശേഷം 2 പാൽ തേങ്ങേൻ്റെ ഒഴിച്ച് കൊടുക്കണം. ഇത് നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമാണ്. പൊടികളെല്ലാനും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഫിഷിൽ നല്ലപോലെ മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മീൻ ചട്ടി അടുപ്പത്ത് വെക്കാം. മിക്സ് ചെയ്യാനായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കറി തളിച്ച് കഴിയുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കണം. പിന്നെ കൂടുതലൊന്നും തിളപ്പിക്കേണ്ട, കറി റെഡിയായി. ഇത് നമ്മൾ അതിലോട്ട് ഉള്ളി കാച്ചി ഒഴിക്കണം. അതിനു വേണ്ടി നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ വാട്ടിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവണ വരെ ഉള്ളി ഫ്രൈ ചെയ്യണം. സ്റ്റൗവ് കുറവിലിട്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് ഉള്ളി നല്ലപോലെ ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളി നല്ലപോലെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് മീൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് മീൻ കറിക്ക് നല്ല ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും. മീൻ കറിയിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്ത് ഒഴിച്ചതിന് ശേഷം എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കണം. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫിഷ് കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ബൈ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി. ഫിഷ് കറി ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാതെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബൈ ഗൈസ്, സീ യു വിത്ത് അനദർ വീഡിയോ.